എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി അതിനുള്ള പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഒരിക്കൽ കൂടി വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ എല്ലാവരും കുങ്കുമം തൊടുന്നവരാണ് അല്ലേ? കൂടുതൽ ഇപ്പോൾ ചേട്ടന്മാരും തൊടാറുണ്ട്, കൂടുതൽ സ്ത്രീകളും കുങ്കുമം തൊടാറുണ്ട്. പക്ഷേ ഈ കുങ്കുമം നമ്മൾ ഓരോരോ ആവശ്യത്തിന് നമ്മൾ, അതായത് പിരികത്തിൻ്റെ 2 സെൻറ്റ്, ഇപ്പം ഞാനിത് തൊട്ടേക്കുന്ന ഭസ്മമാണ്, ഓരോരോ ആവശ്യത്തിന് കുങ്കുമം ജപിച്ച് ക്ഷേത്രത്തിൽ കൊണ്ട് തൊടുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തിക ലാഭങ്ങൾ, നമ്മൾ പോകുന്ന വഴിയിലുള്ള വിഘ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറി നമുക്ക് പോകുന്ന കാര്യങ്ങൾ മംഗളമാക്കി എടുക്കാം. കുങ്കുമം തൊടുന്നതിൻ്റെ ഓരോരോ കാര്യങ്ങളുണ്ട്. നമ്മൾ കുങ്കുമം തൊടുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നടുവിരൽ കൊണ്ട് കുങ്കുമം തൊടരുത്. നമ്മൾ മോതിര വിരൽ കൊണ്ട്, ചിലവർ കുങ്കുമം മേളിൽ ഗോപി പോലൊക്കെ തൊടുന്ന കാണാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടി മറയ്ക്കുക. അതായത് നമ്മുടെ ആത്മാവ് എവിടെയാണ്? നമ്മുടെ ആത്മാവ് ശരിക്കും പറയുന്നത് നമ്മുടെ നെറ്റിയിലാണ്. അതായത് പിരികത്തിൻ്റെ 2-ലാണ് നമ്മുടെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചന്ദനവും കാര്യങ്ങളൊക്കെ തൊടുന്നത് നമ്മുടെ ആത്മാവിന് ബലം കിട്ടാൻ വേണ്ടിയാണ് അല്ലേ? അതേപോലെ തന്നെ ക്രിസ്ത്യൻസ് നെറ്റിൽ കുരിശ് വരയ്ക്കുന്നത് അതെന്തിനാണ്? ആത്മാവിന് ബലം കിട്ടാൻ വേണ്ടി അല്ലേ? അപ്പോൾ നമ്മുടെ ആത്മാവ് ശരിക്കും പറഞ്ഞാൽ നെറ്റിയിലാണ്. അപ്പോൾ ആത്മാവിന് ബലം കിട്ടാൻ വേണ്ടി നമ്മൾ കുങ്കുമം, ചന്ദനം അതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ പിരികത്തിൻ്റെ 2-ലും നേരെ ആയിരിക്കണം നമ്മൾ കുങ്കുമം തൊടേണ്ടത്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പോകുമ്പോഴത്തേക്കുള്ള വിഘ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറാൻ വേണ്ടി നമ്മൾ മേടിക്കേണ്ട കുങ്കുമം എന്ന് പറഞ്ഞാൽ ഈ മണ്ടൽ കുങ്കുമം എന്ന് പറഞ്ഞ കുങ്കുമം. ഇത് കാണുമ്പം അമ്മമാർക്കൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. ഇത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. മഞ്ഞൾ കുങ്കുമം എന്ന് പറഞ്ഞ് കടയിൽ പറഞ്ഞ് മേടിക്കണം. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ അശ്വാരൂഢ മന്ത്രം ജപിച്ച് ഈ കുങ്കുമം മേടിക്കണം. അതായത് ഒന്നും കൂടെ പറയുകയാണ്, അശ്വാരൂഢ മന്ത്രം ജപിച്ച് ഈ കുങ്കുമം മേടിച്ചിട്ട് വലത് കൈയിലെ മോതിരവിരൽ കൊണ്ട് ഈ നടുക്ക് തൊടുക. ഇത് ചെയ്തിട്ട് എന്താ ഇങ്ങനെ ഗുണമെന്ന് ചോദിക്കുവാണെങ്കിൽ, നമ്മൾ പോകുമ്പോൾ ഉള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും തടസ്സങ്ങളില്ലാതെ അനുകൂലമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കുങ്കുമം അശ്വാരൂഢ മന്ത്രം ജപിച്ച് നമ്മൾ തൊടുന്നത്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ തന്നെ ഈ അശ്വാരൂഢ മന്ത്രം ജപിച്ച് കുങ്കുമം തൊടുക. നമ്മൾ പോകുമ്പോഴുള്ള വഴിയിലല്ല വിഘ്നങ്ങളൊക്കെ എന്താ പറയുക മാറിക്കിട്ടും. ഒപ്പം തന്നെ ഒരു ഉദാഹരണം പറയുകയാണ്, നമ്മളൊരു ലോണിൻ്റെ കാര്യത്തിന് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ അശ്വാരൂഢം ചെയ്ത കുങ്കുമം തൊട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ തിരക്കുകളൊക്കെ എന്താ പറയുക വരാതെ ആ ബാങ്കിലെ മാനേജർ നമ്മളെ കാണുമ്പോൾ തന്നെ അനുകൂലമായ തീരുമാനങ്ങൾ തരും. നമ്മുടെ കാര്യങ്ങൾ സമയം വൈകാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ശരിയാക്കി തരും. ആ ഒരു അത്രയും ശക്തിയുണ്ട്. അതിന് വശ്യമാണ് അശ്വാരൂഢം. കുങ്കുമത്തിൽ നമ്മൾ എന്താ പറയുക, കുങ്കുമം എടുത്ത് വലത് കൈയിലെ മോതിരവിരൽ കൊണ്ട് തൊടുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ വിധത്തിലുള്ള ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും കാര്യങ്ങളും, നമ്മുടെ കർമ്മത്തിലുള്ള തടസ്സങ്ങൾ മാറും, ശത്രുദോഷങ്ങൾ മാറും. ശത്രുക്കളുടെ ഈ കുങ്കുമം തൊട്ടുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് നമ്മളോട് പ്രത്യേക ഒരു വശ്യത തോന്നും. നമ്മുടെ മനസ്സ്, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ അവർക്ക് നമ്മളോട് ദേഷ്യ കാര്യങ്ങൾ തോന്നത്തില്ല, ഉദാഹരണം അല്ലേ? അപ്പോൾ ഈ ഒരു കുങ്കുമം അശ്വാരൂഢ മന്ത്രം ജപിച്ച് 108 ഉരുവെങ്കിലും ജപിച്ച് തിരുമേനിയോട് ചെയ്തു തരാൻ പറയണം. ഇത് വളരെ പൂജാമുറിയിലൊക്കെ വെക്കാം. ഋതുമതിയാകുന്ന സമയത്ത് ഇത് ആരും തൊടരുത്. ശുദ്ധിയോടുകൂടി വേണം ഈ കുങ്കുമം തൊടാൻ. രാവിലെ തൊടുക. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യവിഘ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി ഈ കുങ്കുമം തൊടുന്നത് വളരെയധികം ഉത്തമമാണ്. എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ ആണെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. അപ്പോൾ ഭക്തജനങ്ങൾക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളോ വിവാഹ സംബന്ധമായ കാര്യങ്ങളോ എന്തെങ്കിലും